ഹലോ, ഇതൊരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഇത് എൻ്റെ വെഡ്ഡിങ് പ്ലാനിങ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ പോകുന്ന ബ്രൈഡ്സിന് യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. എൻ്റെ വെഡ്ഡിങ് റീസെൻ്റ്ലി കഴിഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് ഇൻബോക്സിൽ ഏറ്റവും കൂടുതൽ വന്നിരുന്ന മെസ്സേജ് വെഡ്ഡിങ് ഔട്ട്ഫിറ്റിനെ പറ്റിയിട്ടും ജ്വല്ലറീസിനെ പറ്റിയിട്ടും ഇവൻറ്റ് ഫോട്ടോഗ്രാഫി ഒക്കെ ആർട്ടിസ്റ്റ് എനിക്ക് വന്ന ഏറ്റവും കൂടുതൽ മെസ്സേജസും കുറിച്ചുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാനൊരു വീഡിയോ ചെയ്യാം. പക്ഷേ എൻ്റെ കയ്യിൽ യൂട്യൂബിൽ ഇടാൻ പറ്റിയ നല്ല വീഡിയോസ് കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഞാൻ റീലിടാൻ വേണ്ടിയിട്ടും അതേപോലെ എൻ്റെ മെമ്മറീസിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചുള്ളത് വെഡ്ഡിങ്ങിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടിപ്സും പ്ലാൻ ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. കല്യാണം എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ്, ഓരോരോ ആഗ്രഹങ്ങളാണ്. പക്ഷേ എല്ലാം പ്ലാൻ ചെയ്ത് അതേപോലെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയല്ല. പ്രത്യേകിച്ച് ബ്രൈഡ് ഒറ്റയ്ക്കാണ് സ്ട്രഗിൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്ട്രെസ്സൊക്കെ എടുത്ത് ചെയ്യേണ്ട കാര്യം തന്നെയാണ് പ്ലാനിങ്ങും അതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നതും. അത് കുറച്ചും കൂടി എളുപ്പമാക്കുക എന്നുള്ളതാണല്ലോ നമ്മളെ വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ യുവർ ബഡ്ജറ്റ്. ഇതാണ് ഫസ്റ്റ് ടിപ്പ്. നിങ്ങളുടെ വെഡ്ഡിങ്ങിന് മൊത്തത്തിൽ എത്ര രൂപ ചിലവാക്കണം എന്നുള്ളത് ആദ്യം നിങ്ങൾ പ്ലാൻ ചെയ്യുക. അതിനുശേഷം മാത്രം ഈച്ച് കാറ്റഗറിക്ക് എത്ര രൂപ ചിലവാക്കണം എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാറ്റഗറിയിൽ നമുക്ക് എത്ര രൂപ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഇപ്പം മേക്കപ്പിന് എത്ര രൂപ, ഇവന്റിന് ഇത്ര രൂപ, ഫുഡിന് ഇത്ര രൂപ, കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്ര ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ ഇത്ര. ഈ വെൻഡേഴ്സിൻ്റെ അടുത്ത് കോട്ട് കിട്ടുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് അഫോർഡബിൾ ആണോ അല്ലേ എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഏർലി പ്ലാനിങ് ആണ്. നമുക്ക് കല്യാണ ആവശ്യത്തിന് വേണ്ടി ഒരുപാട് ബുക്കിങ്സിൻ്റെ ആവശ്യമുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ഇവൻറ്റ്സ്, സ്റ്റേ, ഫോട്ടോഗ്രാഫേഴ്സ്, MC, ഇതെല്ലാം നമ്മൾ ബുക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യുന്നത് നല്ലതാണ്. 6 മന്തിനുള്ളിൽ ബുക്ക് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ ലാസ്റ്റ് മിനിറ്റിലുള്ള സ്ട്രെസ് ഒഴിവാക്കാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ റെഫറൻസ് ഓർ ഇൻസ്പിറേഷൻസ് ആണ്. അതായത് ഇപ്പോൾ അറിയുന്ന കാര്യമാണ്, നമ്മൾ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കുറേ റെഫറൻസ് സ്ക്രീൻഷോട്ടായിട്ട് എല്ലാവരുടെ ഫോണിലും കാണും. ഇപ്പോൾ വെഡ്ഡിംഗ് ഒന്നും ആവണ്ട, ആരുടെങ്കിലും വെഡ്ഡിംഗ് ഉണ്ടെങ്കിൽ തന്നെ നമ്മളെല്ലാവരും സ്ക്രീൻഷോട്ട് എന്തെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ ഒക്കെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കും. അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് പിൻട്രസ്റ്റ്. ഇപ്പോൾ അത് ആൽബംസ് ആയിട്ട് സേവ് ചെയ്ത് വെക്കാനും പറ്റും. ഇപ്പോൾ വെഡ്ഡിംഗ് ഡെക്കോസിൻ്റെ ഒരു ആൽബം, മെഹന്തി ഡിസൈൻസ്, കോസ്റ്റ്യൂംസിൻ്റെ ഒരു ആൽബം, അങ്ങനെയൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാനും പറ്റും. നല്ല യൂസ്ഫുൾ ആണ് ആ ആപ്പ്. സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴിയും നല്ല റെഫറൻസ് കിട്ടാൻ ഈസിയാണ്. അതുപോലെ തന്നെ അതിൽ തന്നെ ടാഗും കൊളാബ്സും ഒക്കെ കൊടുക്കുന്ന കാരണം ഇപ്പോൾ വീഡിയോഗ്രാഫേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ട വീഡിയോഗ്രാഫേഴ്സും അതേപോലെ ഫോട്ടോഗ്രാഫി ഒക്കെ കാണുമ്പോൾ നമുക്ക് നല്ല വെൻഡേഴ്സിനെയും ചൂസ് ചെയ്യാം. അതിന് തന്നെ പറ്റും. എല്ലാം ഒരു 3 to 4 വെൻഡേഴ്സിനെ സെലക്ട് ചെയ്ത് വെക്കുക, നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കുക. അതിന് പിന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഡേറ്റ് അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം ഇൻഫോം ചെയ്യുക. പിന്നെ നമ്മൾ ഇതൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പ്ലാൻ ചെയ്യാൻ മീൻസ് നമ്മളിപ്പോൾ ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കില്ലേ, നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഫോണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ട്സിലൊക്കെ ബുള്ളറ്റ് ഇട്ടിട്ട് ചെയ്യില്ലേ. അപ്പോൾ നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് അപ്പം തന്നെ നോട്ട് ചെയ്ത് പോകാൻ പറ്റും. ഞാൻ എഴുതിയിട്ടാണ് ചെയ്തത്. അതുപോലെ എഴുതിയിട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എഴുതിയിട്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫോണിൽ നോട്ട്സിലൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഇതുപോലെ ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിടാം. അതാകുമ്പോൾ നമുക്ക് പിന്നെ ഒരു കൺഫ്യൂഷൻ വരില്ല, ഇത് ഞാൻ ഏൽപ്പിച്ചോ എന്നുള്ള ഒരു കൺഫ്യൂഷൻസ് ഒന്നും വരാതിരിക്കാൻ അത് നല്ലതാണ്. പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടാസ്കുകളുള്ള ഒരു പരിപാടിയാണല്ലോ വെഡ്ഡിങ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത്, നമ്മൾ കസിൻസിനായാലും ഫ്രണ്ട്സിനായാലും ഒക്കെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. കാരണം ഈ ലാസ്റ്റ് മിനിറ്റിലൊക്കെ നമ്മളെ വെഡ്ഡിങ്ങിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ വെഡ്ഡിങ്ങിൻ്റെ അന്നൊക്കെ വെൻഡേഴ്സ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടാവില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും കയ്യിൽ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടാവും. നമ്മുടെ കയ്യിലോ കസിൻസിൻ്റെ കയ്യിലോ ഫ്രണ്ട്സിൻ്റെ കയ്യിലൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ മുല്ലപ്പൂ വാങ്ങാനുണ്ടാവും. അതും ബ്രൈഡ്സിനുള്ള മുല്ലപ്പൂവൊക്കെ വേറെയാണ്. കുറച്ചും കൂടെ അടുപ്പിച്ച് കെട്ടിയുള്ള മുല്ലപ്പൂവൊക്കെയാണ് ബ്രൈഡ്സ് വെക്കാറ്. അപ്പോൾ അങ്ങനത്തേനൊക്കെ ബുക്ക് ചെയ്താണെന്നുണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ കോൺടാക്ട് ചെയ്ത് ചിലപ്പോൾ കിട്ടണമെന്നില്ല. സോ അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ ടാസ്കുകൾ, അതുപോലെ മാല വാങ്ങുക, അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാൻ, റെയിൽവേന്ന് പിക്ക് ചെയ്യാൻ, തിരിച്ച് കൊണ്ടാക്കി കൊടുക്കാൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കസിൻസിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ നമ്പറായിട്ട് വെൻഡേഴ്സിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരായിട്ട് ഒരു കോൺടാക്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രൈഡ്സിന് കുറച്ചും കൂടി എളുപ്പമാവും. സ്കിൻ കെയർ, ഹെൽത്ത് കെയർ, ഹെയർ കെയർ, എല്ലാത്തിലും ഏറ്റവും
കൂടുതൽ ബ്രൈഡ്സ് സ്കിന്നിലായിരിക്കും കെയർ ചെയ്യുന്നുണ്ടാവുക. സ്കിൻ കെയറിൽ പ്രത്യേകിച്ച് പരീക്ഷണങ്ങളൊന്നും പുതുതായി ചെയ്യാതിരിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു റുട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ തുടരുക. പിന്നെ പരീക്ഷണങ്ങൾ വല്ലതും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്നെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ ഒരു 3 മന്തോ 6 മന്തോ മുന്നേ കാണിച്ച് ട്രൈ ചെയ്തതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ ഫേഷ്യൽ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് എന്തെങ്കിലും നോക്കുന്നവരാണെങ്കിൽ ഒരു 3 മന്ത് ബിഫോർ ഒരു ഫേഷ്യൽ ചെയ്ത് ട്രൈ ചെയ്തതിന് ശേഷം മാത്രം വെഡിങ്ങിന് മുന്നേയിട്ട് ചെയ്യുക. വർക്കൗട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഒരു 6 മന്ത് മുന്നേ തന്നെ വർക്കൗട്ടും ഡയറ്റും ചെയ്യാൻ തുടങ്ങുകയാണ് നല്ലത്. കാരണം നമ്മൾ സ്റ്റിച്ചിങ്ങിനൊക്കെ ഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ചേഞ്ച് ഒക്കെ വരുമ്പോൾ നമ്മളെ ഡ്രസ്സിനെ നന്നായിട്ട് അത് ബാധിക്കും. വെഡിങ്ങിൻ്റെ സമയത്ത് കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പുറത്തിറങ്ങേണ്ടി വരും. ചൂടുള്ള കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ SPF യൂസ് ചെയ്യാൻ മറക്കരുത്. സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അധികം സൺലൈറ്റ് തട്ടാതിരിക്കുകയാണ് നല്ലത്. വെറുതെ നമ്മൾ ആ സമയത്തേക്ക് ഒരു ടാൻ ആവണ്ടല്ലോ. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക. ഇതൊക്കെ തന്നെയാണ് ഹെൽത്ത് കെയറിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നന്നായിട്ട് ഉറങ്ങുക. അങ്ങനെയുള്ളത് ഹെയറിൽ സ്പാ ചെയ്യുന്നതുകൊണ്ടൊന്നും വലിയ പ്രശ്നം വരില്ല. പക്ഷേ ഈ സ്ട്രൈറ്റനിങ് സ്മൂത്തനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായാലും കല്യാണത്തിൻ്റെ സമയത്ത് നല്ലോണം സ്റ്റൈലിംഗ് ടൂൾസ് യൂസ് ചെയ്യും. അപ്പോൾ നല്ലോണം മുടി ഡാമേജ് ആയി പോവും. അപ്പോൾ അതുകൊണ്ട് കല്യാണത്തിന് ശേഷം ചെയ്യുകയായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ കല്യാണത്തിന് കുറച്ച് മുന്നേ കളറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കല്യാണത്തിന് കുറച്ചുകൂടി മുന്നേ ചെയ്യുകയാണ് നല്ലത്. പിന്നെ വെഡിങ് ഔട്ട്ഫിറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് വെഡിങ്ങിന്. നമ്മൾ ബ്രൈഡ്സ് ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കുന്നതും ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്നതും വെഡിങ് ഔട്ട്ഫിറ്റ് ആയിരിക്കും. വെഡിങ് ഔട്ട്ഫിറ്റ് ഒരു 3 മന്ത് ബിഫോറെങ്കിലും സെലക്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുക. ലാസ്റ്റ് മിനിറ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ടെൻഷനായി മാറും. സാരി ആണെന്നുണ്ടെങ്കിൽ സാരി റോളിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മളെ സാരി ഫോൾഡ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഫോൾഡ്സൊക്കെ ചെയ്തിട്ട് റോൾ ചെയ്ത് തരുന്നതാണ്. അതായത് നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷർട്ടുകൾ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല, അതുപോലെ നമ്മൾ സാരി റോൾ ചെയ്ത് തരും. ഞാൻ ചെയ്തത് തൃശ്ശൂരിൽ നിന്നായിരുന്നു. തൃശ്ശൂർ സ്നോ വൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ നിന്നാണ് ഞാൻ ചെയ്തത്. 1 ഡേ എങ്ങനെ എടുത്തു അത് റോൾ ചെയ്ത് കിട്ടാൻ. അതാകുമ്പോൾ കുറച്ചുകൂടെ മേക്കപ്പ് ആർട്ടിസ്റ്റിന് കുറച്ചും കൂടി എളുപ്പമാണ്. അവർ വന്ന് അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഫോൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കുണ്ട്. നടക്കുന്ന സമയത്ത് ബാക്കിലൊക്കെ ഇങ്ങനെ മടങ്ങിപ്പോവില്ലേ, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നും ആ സാരി ഫോൾ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അതുപോലെ ഫ്രണ്ടിലെ പ്ലീറ്റ്സ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് സാരി ഫോൾസ് വെച്ച് കഴിഞ്ഞാൽ നിൽക്കും. ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലത്തെ സെറ്റ് മുണ്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് കഴിഞ്ഞുള്ള ഓഡിറ്റോറിയം ലുക്കിലുള്ള സാരിയിൽ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. സാരിയാണെന്നുണ്ടെങ്കിൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് മുന്നേ തന്നെ പോയിട്ട് സ്റ്റിച്ച് ചെയ്യുക. പുതിയ ടൈലേഴ്സിൻ്റെ അടുത്തൊന്നും കൊടുക്കാതിരിക്കുക. പിന്നെ അത്രയും നമുക്ക് വിശ്വാസമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ അത്രയും പൈസ ഒക്കെ കൊടുത്ത് വാങ്ങുന്ന ഒരു സാരിയാണ്. ഒന്നെങ്കിൽ ഒരു ട്രയൽ വേർഷൻ നോക്കിയതിന് ശേഷം കൺഫേം ചെയ്യാം. നമുക്ക് സാധാ ഒരു ബ്ലൗസ് അടുപ്പിച്ചതിന് ശേഷം പിന്നീട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാം. ഇത് ഓർണമെന്റ്സ് ആക്സസറീസ് ആണ്. ഈ ഗോൾഡ് ആയാലും റെന്റിലായാലും അതൊക്കെ പേഴ്സണൽ ചോയ്സാണ്, എല്ലാവരുടെയും ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റെന്റലൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ പോയിട്ട് തന്നെ ബുക്ക് ചെയ്യും. വീക്ക് ഡേയ്സിൽ പോകാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫ്രൈഡേ ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നമ്മൾ പോകുമ്പോൾ ഒരു സാധനം ഉണ്ടാവില്ല. സാറ്റർഡേ സൺഡേസിലൊക്കെയാണ് മെജോറിറ്റി കല്യാണങ്ങളും വരാറ്. അതുകൊണ്ട് മിക്ക റെന്റൽ ഓർണമെന്റ്സും ആ സമയത്ത് അവിടെ നിന്ന് കസ്റ്റമേഴ്സ് കളക്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവിടെ അപ്പോൾ അവൈലബിൾ ആവില്ല. ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഒക്കെ പോയി പർച്ചേസ് ചെയ്യാൻ നോക്കുക. റിങ്ങൊക്കെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ആൾക്കാർ നേരത്തെ കുട്ടി ബുക്ക് ചെയ്ത് ഫൈനലൈസ് ചെയ്യാം. വെഡ്ഡിങ് റിംഗ് ഒക്കെ കസ്റ്റമൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ചില സ്ഥലത്ത് 20 days 30 days ഒക്കെ എടുക്കും. മേക്കപ്പ് ഹെയർ സ്റ്റൈൽ കാര്യങ്ങളാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഡേറ്റ് ഫിക്സ് ചെയ്താൽ തന്നെ ബുക്ക് ചെയ്ത് വെക്കുക. കുറച്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കുക. അതിന് അഫോർഡബിൾ ആയിട്ടുള്ളത് അതിന് ട്രയൽസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രയൽസ് നോക്കി ഹെയർ സ്റ്റൈലും മേക്കപ്പും കൺഫേം ചെയ്ത് വെക്കുക. കോൺടാക്ട് ലെൻസിന്റെ കാര്യമാണ്. ലെൻസ് ഒന്നും യൂസ് ചെയ്യാത്തവർക്ക് വലിയ പ്രശ്നമൊന്നും വരില്ല. പക്ഷെ പവേർഡ് ലെൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ലെൻസ് ഒരു ബുദ്ധിമുട്ടാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് കൊണ്ടുവരുന്നത് പവേർഡ് ലെൻസ് ആയിരിക്കില്ല. അപ്പോൾ പവേർഡ് ലെൻസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ആദ്യം തന്നെ ബുക്ക് ചെയ്ത് വെക്കണം. നമുക്ക് ചിലപ്പോൾ ആവശ്യമൊന്നും ഉണ്ടാവില്ല, പക്ഷേ എമർജൻസി കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. അത് സേഫ്റ്റി. പിന്നെ ടിഷ്യൂ പേപ്പേഴ്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു കുഞ്ഞു പൗച്ചിലാക്കിയിട്ട് കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. എപ്പോഴാണ് നമുക്ക് എന്താവശ്യം വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരിക്കലും നിങ്ങൾ കല്യാണത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കരുത്. ഫംഗ്ഷൻ്റെ മുന്നേ എന്തായാലും ഭക്ഷണം കഴിക്കുക. കേടായി പോകും. നിങ്ങൾ എന്തെങ്കിലും എക്സ്റ്റൻഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ
അറിയുന്ന സ്ഥലത്ത് പോയി ചെയ്യുക. ചിലവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് പാളിപ്പോവും. നമ്മൾ അത്രയും പൈസ കൊടുത്ത് ചെയ്യുന്നതാണ്. 3.5 ഒക്കെ വരുന്ന നെയിൽ എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എനിക്ക് തോന്നുന്നു 3.5 എന്തോ ആയിരുന്നു. എനിക്ക് നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തിരൂരിൽ നിന്നാണ് ചെയ്തത്. പിന്നെ ഫോട്ടോഗ്രാഫി ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ആണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാലും ഏറ്റവും അവസാനം ബാക്കിയാവുന്നത് കുറച്ച് ഫോട്ടോസും വീഡിയോസും മാത്രമാണ്. നമ്മളെ ഫ്യൂച്ചർ ജനറേഷന് പോലും ഈ കാണാനും ഒക്കെ പറ്റുന്നത് അത് മാത്രമാണ്. ഒരിക്കലും ഈ ഫോട്ടോഗ്രാഫിയിലും വീഡിയോഗ്രാഫിയിലും കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒന്നും മടിയും നിങ്ങൾ വിചാരിക്കരുത്. നേരത്തെ ബുക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോഗ്രാഫറേയും വീഡിയോഗ്രാഫറേയും കിട്ടണമെന്നില്ല. കാര്യങ്ങൾ മ്യൂസിക്കൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടൽ എൻട്രി അല്ലെങ്കിൽ ഗ്രൂമിൻ്റെ എൻട്രിയുടെ സമയത്തൊക്കെ മ്യൂസിക്കൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുക. നമ്മുടെ വെഡ്ഡിങ്ങിന് നാദസ്വരമായിരുന്നു. നാദസ്വരം ബുക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ ഡയറക്റ്റ് ബുക്ക് ചെയ്തതല്ല. ഞാൻ ഇവന്റ് കൊടുത്ത ടീം ഏൽപ്പിച്ചതായിരുന്നു. അത് നല്ലതായിരുന്നു. ഒരു സോങ് ഒക്കെ ഉള്ളത് നല്ലതല്ലേ. നല്ലൊരു മ്യൂസിക്കൊക്കെ റിലാക്സ് ചെയ്യാൻ കുറച്ചുകൂടി നല്ലതാണ്. പറയാനുള്ള വെന്യൂവും ഡെക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെന്യൂ മിക്കവാറും നിങ്ങളുടെ ഫാമിലി തന്നെ ചൂസ് ചെയ്യുമായിരിക്കും. ഞങ്ങൾ ഒറ്റ ഓഡിറ്റോറിയം ആയിരുന്നു എടുത്തത് വെഡ്ഡിങ്ങിനും റിസപ്ഷനും വേണ്ടിയിട്ട്. കുറച്ച് ടാസ്ക് ആയിരുന്നു, പക്ഷെ കുറച്ചുകൂടെ അഫോർഡബിൾ ആയിരുന്നു അങ്ങനെ ചൂസ് ചെയ്യുന്ന സമയത്ത്. ഡെക്കോറിന്റെ ആൾക്കാർക്കാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായത്. ആദ്യം തന്നെ ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇവന്റ് ഞങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചത്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. രാവിലത്തെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി ഡ്രസ്സ് മാറ്റി പോരുമ്പത്തിനും അച്ഛൻ്റെ സ്റ്റേജ് ഡെക്കോർ റെഡി ആവണം. അതൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഇവന്റ് മാനേജ്മെന്റ് അടിപൊളിയായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു. പറയാനുള്ളത് ഹാൻഡിൽസിനൊക്കെ പറ്റിയിട്ടാണ്. സാരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹീൽസ് ഒക്കെ ഉള്ള ചെരുപ്പായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഹീൽസ് എടുക്കുന്നവരാണെങ്കിൽ കംഫർട്ട് ആണോ നോക്കിയിട്ട് കുറച്ച് നേരം കെട്ട് നടന്നിട്ട് യൂസ് ചെയ്യണം നല്ലത്. കാരണം രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ ചിലപ്പോൾ ഇടേണ്ടി വരും. പിന്നെയുള്ള കാര്യം ഇൻവിറ്റേഷൻസ് ആണ്. വാട്സപ്പ് അതേപോലെ സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അതിനൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ക്യാൻവ. ഇതുപോലെ കുറേ വെഡ്ഡിങ് ഇൻവിറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആപ്പുകൾ വേറെയുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയത് ക്യാൻവയാണ്. അതുകൊണ്ടാണ് ഞാൻ ആപ്ലിക്കേഷൻ ഇതിൽ പറഞ്ഞത്. ഞാൻ ഡിജിറ്റലി ഉള്ള ഇൻവിറ്റേഷൻസ് എല്ലാം ക്യാൻവയിലാണ് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്താണ്. ഞാനിതിൽ കൊടുക്കുക എൻ്റെ ഇൻവിറ്റേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഞാൻ 2 ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് റിസപ്ഷന് ഷിബിയേട്ടൻ്റെ സൈഡിൽ നിന്നും, പിന്നെ എൻ്റെ ഇൻവിറ്റേഷനും ഷിബിയേട്ടൻ്റെ സൈഡിലുള്ള വെഡ്ഡിങ് ഇൻവിറ്റേഷനും. ഒക്കെയുള്ളൂ. ബുക്ക് ചെയ്യേണ്ട കാര്യങ്ങളായാലും നമ്മൾ പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങളായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഞാൻ ഇതിൽ എന്തെങ്കിലും വിട്ടുപോയോ എന്ന് എനിക്കറിയില്ല. ഇനി എന്തെങ്കിലും ഇതിൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുകയോ ചെയ്താൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ ഒരിക്കലും എല്ലാം നടക്കണമെന്നില്ല. ഇത് ഇപ്പോഴും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നതാണ്. ഞങ്ങൾ സ്റ്റേജ് ഡെക്കോറിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് ഒരു സ്റ്റേജ് ആയിരുന്നില്ല എനിക്ക് ചൂസ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറയുണ്ടായി, നീ വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കണമെന്നില്ല, എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടക്കണമെന്നില്ല, അതിലെന്തെങ്കിലും മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യണം. അത് ആക്സെപ്റ്റ് ചെയ്യാതെ നമുക്ക് വേറെ വഴിയില്ല. അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ സമയത്തായാലും ഞങ്ങൾക്ക് കുറച്ച് ഡിലേസും കാര്യങ്ങളൊക്കെ വന്നു. ഇതൊക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. നമ്മൾ പ്രതീക്ഷിക്കാതെ പലതും സംഭവിച്ചേക്കാം. ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുക, അത് എൻജോയ് ചെയ്യുക. നമുക്ക് ഈ ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ കല്യാണം. അപ്പോൾ മാക്സിമം അത് എൻജോയ് ചെയ്തിരിക്കുക, ബ്രൈഡായാലും ഗ്രൂമായാലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ഞാൻ വെഡ്ഡിങ് ഔട്ട്ഫിറ്റിൻ്റെ ഡീറ്റെയിൽസ്, ജ്വല്ലറി കളക്ഷൻസ്, ജ്വല്ലറി സെലക്ട് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ ഡിസൈൻ ചെയ്തത് എവിടെ നിന്നാന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.